ഇവിടെ ഈ അമ്മച്ചിക്ക് കുറേ കഥകൾ പറയാനുണ്ട്. നമ്മുടെ ഇവിടെ ഉള്ളൊരു അമ്മച്ചിയാണ്, വളരെ ആക്റ്റീവാണ്. എപ്പോഴും വന്നാലും അമ്മച്ചി ഭയങ്കര സംസാരമാണ്. അമ്മച്ചിയുടെ ജീവചരിത്രങ്ങളും അമ്മച്ചി എല്ലാം പറയാം. അമ്മച്ചി പറ, അമ്മച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ട? ഇന്നത്തെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ട? ഇന്നത്തെ ഫുഡ് തന്നാരെന്നറിയാമല്ലോ, അറിഞ്ഞൂട? കാസർഗോഡുള്ള സാബിറ എന്ന് പറയുന്ന ഒരു ഇത്തയാണ് കാസർഗോഡുള്ള. കാസർഗോഡ് എന്നുള്ള ആളാണ് ഈ ഫുഡ് ഇപ്പൊ തന്നത്. സാബിറ കൊണ്ടുവന്നപ്പോഴാണ് തണുത്ത് പോയതല്ലേ? അത് കുഴപ്പമില്ല, അത് കാസർഗോഡ് കൊണ്ടുവന്നല്ല, ഇവിടെ അവരെ മകളെ ജന്മദിനം അങ്ങനെ തന്നതാണ്. ദൈവാനുഗ്രഹിക്കട്ടെ അവരെ. നല്ല മനസ്സ്. അവിടെ കാസർഗോഡ് നിന്ന് ഇവിടെ നിന്ന് ഊണ് കൊണ്ടുവരണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ്. തീർച്ചയായും കൊണ്ടുവന്നല്ല. അത് കുറെ ജില്ലകളിൽ കൊടുത്ത്. അതെ, ഇന്ന് 9ാമത്തെ ജില്ലയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ, ആ കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ. അതെ, ആണാ പെണ്ണാ? പെണ്ണ് സൈനബ്. അവര് ദുബായിലാണ് മോള്. അവരുടെ ജന്മദിനം. പിന്നെ അമ്മച്ചിയുടെ വിശേഷം പറ. വിശേഷം ഇത് തന്നെ. നമ്മുടെ തിരുവനന്തപുരത്ത് വന്നിട്ട് 25 കൊല്ലം വരെ ആയി. തിരുവനന്തപുരത്ത് വന്നിട്ട് നമ്മളങ്ങ് പത്തനാപുരം അറിയാമല്ലോ, ഇപ്പടവൂര്. 1ാം ക്ലാസ്സിലും 2ാം അവിടെ തന്നെ ഞാൻ പഠിച്ചത്, ഇപ്പടവൂർ സ്കൂളിൽ. പപ്പ സാലൂഷൻ ആർമിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എൻ്റെ പപ്പ. അപ്പം അവിടെ ഓരോ വർഷം 2 വർഷമൊക്കെ എൻ്റെ ഇരിക്കാർക്കും. അവിടുന്ന് പിന്നെ ട്രാൻസ്ഫറായി ഓരോ സ്ഥലത്ത് പോകും. അവസാനത്താണ് തിരുവനന്തപുരത്ത് വന്നത്. തിരുവനന്തപുരത്ത് വന്ന് ആങ്ങളമാർ കല്യാണം കഴിഞ്ഞു, ചേട്ടത്തിമാരെ 3 പേരെ കല്യാണം കഴിച്ചു കൊടുത്തു. ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴും ഞാൻ പെണ്ണായിട്ട് ഞാനും എൻ്റെ 2 ആങ്ങളമാരും ഉണ്ടായിരുന്നു. അവരും ഭാഗം കഴിഞ്ഞു. എല്ലാവരും ഞാൻ ഇവിടെ വന്നിട്ട് ഒരു മാസം സന്തോഷമാണ്. പയ്യനെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. പരിചയമുണ്ട്, നല്ലോണം നോക്കുന്നുണ്ടല്ലോ. പിന്നെന്താ വേണം? ഇനിയിപ്പോ 5 മണിക്ക് പൈസ എടുക്കാൻ പോണ്ടേ? അതെ, അങ്ങനെ. അപ്പച്ചിക്ക് ആരോ 5 മണിക്ക് പൈസ അയച്ചു കൊടുക്കും അല്ലേ? ആരോ പൈസ അയച്ചു തരും അല്ലേ? എന്റെ ചേച്ചി. ചേച്ചി 5 മണിക്ക് പൈസ അയക്കാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ജോലിയും പൂനായില്. പിന്നെ ഭർത്താവിനും അവിടെയാണ് ജോലി. അവിടെ ആയിരുന്നപ്പോഴാണ് കല്യാണം കഴിച്ചത്. അമ്മച്ചി പാവൊരു അമ്മച്ചിയാണ്, ഓർമ്മയിൽ നിൽക്കില്ല, പറയുന്ന കാര്യം പെട്ടെന്ന് മറന്നു പോകും. എന്നാലും നമ്മൾ എപ്പോഴും വന്നാലും. ഇപ്പൊ റിട്ടയർഡായെങ്കിൽ ഇപ്പൊ വേറൊരു കമ്പനിയിൽ എന്തോ ജോലിയുണ്ട്. അവിടെ വരും, എന്നും വൈകുന്നേരം വരുന്നുണ്ട്. ശരി. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് അമ്മച്ചിമാരൊക്കെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇവിടെ തൽക്കാലം ഇറങ്ങണം. അപ്പോൾ അടുത്ത് വരുമ്പോൾ കാണാം. ഇന്നലെ വന്നില്ല. സന്തോഷമായിരിക്കണം. സന്തോഷം തന്നെ. കർത്താവിന്റെ കൃപയാൽ അങ്ങനെ അങ്ങ് പോകുന്നു. അത്രയും മതി. നമുക്ക് പ്രാർത്ഥനയേ ഉള്ളൂ, അല്ലാതെ എനിക്ക് ജോലി വിശേഷവും ഇല്ല. വീട്ടിലാണെങ്കിലും ആഹാരമൊക്കെ വെളുപ്പിലെ അങ്ങ് വയ്ക്കും. വെളുപ്പിലങ്ങ് പപ്പ മാത്രമല്ലേ വീട്ടിലുള്ളൂ. പിന്നെ പപ്പയ്ക്ക് ചോറൊക്കെ കോരി അരച്ചൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് അമ്മച്ചിയും പോകും. എല്ലാവർക്കും ഓരോ പിഴപ്പുണ്ട്. ഞാൻ ഇങ്ങോട്ട് എൻ്റെ നേരെ മൂത്തവളൊരു കമ്പനിയിൽ, പിന്നെ ഞങ്ങൾ 2 പെണ്ണുങ്ങൾ തന്നെ ഉള്ളൂ. പിന്നെ 2 ആണുങ്ങൾ. അവരും കല്യാണമൊക്കെ കഴിഞ്ഞൊക്കെ അവർ കാര്യങ്ങൾ നോക്കി അങ്ങനെ ഇരിക്കുന്നു. പിന്നെ വലിയ പ്രയാസങ്ങളൊന്നുമില്ല. അമ്മച്ചി ഹാപ്പി ആയിരിക്കണല്ലോ. പപ്പായ്ക്ക് പെൻഷൻ ഉണ്ടല്ലോ. പപ്പായ്ക്കും അമ്മച്ചിക്കും പെൻഷൻ. നിങ്ങൾ ഇവിടുത്തെ ഹീറോ എന്നാണ് എല്ലാവരും പറയുന്നത്. ഇവിടുത്തെ ഹീറോയിൻ. അയ്യപ്പ സ്തോത്രം. ഇവിടുത്തെ കിടിലോ എന്നാണ് പറയുന്നത്. ആണോ? നോ. ഞാനാണെങ്കിൽ എനിക്കൊരു ചെറിയ പെൻഷനുണ്ട്. എനിക്കും ജോലി ഉണ്ടായിരുന്ന എൻ്റെ പെൻഷനുണ്ട്. പിന്നെ വാർദ്ധക്യ പെൻഷനുണ്ട്, വാർദ്ധക്യകാല പെൻഷൻ. 2 പെൻഷനും ഒരുമിച്ച് കിട്ടും. അതുകൊണ്ടൊക്കെ അങ്ങനെ കുഴപ്പമില്ല. അതിപ്പോ പെൻഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ അവർ പൊന്നുപോലെ നോക്കുമല്ലോ. പെൻഷനുണ്ട്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ജോലി ഉണ്ടായിരുന്ന എൻ്റെ പെൻഷനുണ്ട്, വാർദ്ധക്യകാല പെൻഷനുണ്ട്. അതെ, നല്ല കാര്യം. അമ്മച്ചി അത് കൊടുക്കാൻ മനസ്സ് കാണിച്ചത് നല്ല കാര്യം. അപ്പൊ ശരി അമ്മച്ചി, അപ്പൊ നമുക്ക് കാണാം, അടുത്ത് വരുമ്പോ കാണാം. സ്ഥലം ഇവിടെ തിരുവനന്തപുരം വിളപ്പിൽശാല. ശരി. സ്തോത്രം. ദൈവാനുഗ്രഹിക്കുന്നു.